തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ജയൻ ചെറുശ്ശേരി, തൃശൂർ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാവിലെ സമയം വീണ്ടും ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയതായ മഹനീയമായ സന്ദർഭത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ നാം രാത്രി കിടന്നുറങ്ങി ജോലിക്ക് പോകേണ്ടതായിട്ടുള്ള തിരക്കുകൾ നമുക്കുണ്ടാകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നാം വളരെ വേഗതയോടുകൂടെ ചെയ്ത് ജോലിക്ക് പോകുവാൻ തക്കണം ശ്രമിക്കും. അത് ആവശ്യം തന്നെയാണ്. എന്നാൽ ഇങ്ങനെ തിരക്ക് പിടിച്ചതായ ജീവിത സാഹചര്യം നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോഴും ദൈവവചനത്തിനെ നാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എത്ര തിരക്കുകൾ ഉണ്ടായാലും ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ടാണോ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്? ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന ആ വ്യക്തിക്ക് ലഭിക്കുകയാണ്. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യോശിയാവ് എന്ന് പറയുന്നതായ ഒരു രാജാവിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. 8-ാം വയസ്സിൽ രാജാവായ ഒരു വ്യക്തിയായിരുന്നു യോശിയാവ്. തന്റെ ജീവിതത്തിന്റെ തിരക്കുകൾക്ക് മധ്യേയും നമുക്കറിയാം, ഒരു രാജാവിന് ഉള്ള തിരക്കുകൾ എന്ന് പറഞ്ഞാൽ വലിയ തിരക്കാണ്. നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതിനേക്കാൾ വളരെ തിരക്കുകളുള്ളതായ ഒരു വ്യക്തിയാണല്ലോ രാജാക്കന്മാർ, ഭരണാധിപന്മാർ. അങ്ങനെയുള്ള ഭരണത്തിലിരിക്കുന്ന വ്യക്തികൾ എത്ര തിരക്ക് പിടിച്ചാലും അവരുടേതായ ജീവിത സാഹചര്യങ്ങളിൽ അവർ മുന്നോട്ട് പോകുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെയും വളരെ വ്യത്യസ്തമായിട്ടാണ് യോശിയാവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനമായ ബൈബിളിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അദ്ദേഹം ഒരു രാജാവായിരുന്നിട്ടും അദ്ദേഹം ചെയ്തതായ ഒരു കാര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. യോശിയാവ് രാജഭരണത്തിലേക്ക് വന്നു. അദ്ദേഹം പല കാര്യങ്ങൾ പ്രാരംഭമായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അദ്ദേഹം ചെയ്തതായ ഒരു കാര്യമാണ് ദൈവാലയത്തിലെ കണക്കുകൾ നോക്കുവാൻ തക്കവണ്ണം രാജകൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ ഭരമേൽപ്പിക്കുകയും അതിനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം ദൈവാലയത്തിൽ കടന്നു വന്നുകൊണ്ട് മഹാപുരോഹിതനായ ഹിൽക്കിയാവുമായിട്ട് അദ്ദേഹം, ആ വ്യക്തി എന്നുള്ളത് ഷാഫാൻ എന്നുള്ളതായ വ്യക്തിയാണ്, അദ്ദേഹം മഹാപുരോഹിതനുമായിട്ട് കടന്നു വന്നുകൊണ്ട് ദൈവാലയത്തിലെ പല കാര്യങ്ങൾ നോക്കുകയും അവിടെയുള്ള കണക്കുകൾ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടായതായ ഒരു കാര്യം എന്നുള്ളത്, ആലയത്തിൽ ദ്രവ്യം അത് ആ പെട്ടിയിൽ നിന്ന് എല്ലാം മാറ്റി അവിടെ ശേഖരിച്ചു വെച്ചപ്പോൾ ഈ ഷാഫാൻ പറയുകയാണ്, ദൈവാലയത്തിൽ നിന്ന് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അങ്ങനെ ന്യായപ്രമാണം കണ്ടെത്തിയപ്പോൾ രാജാവായ യോശിയാവ്, വളരെ ഭരണ തിരക്കുകളുള്ളതായ യോശിയാവ് ചെയ്തതായ ഒരു കാര്യമാണ്, ആ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നാം അവിടെ വായിക്കുകയാണ്, ഷാഫാൻ അത് രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. ഒത്തിരി കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുവാനായിട്ടും ഉണ്ട് എന്ന് വരികിലും യോശിയാവ് ദൈവത്തിന്റെ ന്യായപ്രമാണം വായിച്ചു കേൾക്കുവാനായിട്ട് സമയം കണ്ടെത്തുവാനിടയായിത്തീർന്നു. അങ്ങനെ ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? യോശിയ രാജാവ് വസ്ത്രം കീറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്തിനു വേണ്ടിയായിരുന്നു യോശിയാവ് വസ്ത്രം കീറിയത്? നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവസന്നിധാനത്തിൽ ദുഃഖിക്കുന്നതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവത്തിന്റെ മുൻപാകെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപ ഹൃദയവുമായിട്ട് നിൽക്കുന്നതായ ഒരു വ്യക്തിയുടെ ചിത്രമാണ്
വസ്ത്രം കീറുക എന്നുള്ളത് ദൈവസന്നിധാനത്തിൽ തന്നെത്താൻ താഴ്ത്തുന്നതായ ഒരു അനുഭവമാണ്. അപ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവവചനം കേട്ടപ്പോൾ യോശിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യമാണ്, അദ്ദേഹം തന്റെ രാജവസ്ത്രം കീറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിന് മുൻപാകെ തന്നെത്താൻ താഴ്ത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ കൂടെ കേട്ടതായ ദൈവീകമായ വചനങ്ങൾ ആ രാജാവിനെ, യോശിയാവിനെ ദൈവം മുൻപാകെ താഴ്ത്തി ദൈവത്തിന്റെ മുൻപാകെ പാപങ്ങളെ ഏറ്റുപറയത്തക്കതായ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഒരു മാനസികമായ അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനങ്ങൾ യോശിയ രാജാവിനെ കൊണ്ടുചെന്നെത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നാം രാവിലെ സമയം ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സമയം ലഭിക്കുമ്പോൾ നാം ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുന്നതായ വേളയിൽ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധാനത്തിൽ തകരപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളെ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങളെ കുറിച്ച് ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ മുൻപാകെ ഹൃദയങ്ങളെ കീറുന്നവരായി, നമ്മുടെ വസ്ത്രങ്ങളെ കീറുന്നവരായിട്ടല്ല, ഹൃദയങ്ങളെ ദൈവസന്നിധാനത്തിൽ കീറുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹൃദയങ്ങളുടെ ഒരു തകർച്ച. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് അവസാനമായിട്ട് ഹൃദയങ്ങളെ കീറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുള്ളത്? ദൈവം ആഗ്രഹിക്കുന്നു, ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ ഹൃദയങ്ങളെ കീറുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കി തീർക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ദൈവവചനം അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും, നമ്മുടെ ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തെ ബലവത്താക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവവചനമല്ലാതെ മറ്റൊന്നും ഉപകാരപ്രദമാകുന്നില്ല. ആയതുകൊണ്ട് ദൈവവചന പാരായണത്തോടു കൂടെ നമ്മുടെ ജീവിതം ആരംഭിക്കുവാൻ, എത്ര തിരക്കുള്ള മധ്യ കൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് വരികിലും, ദൈവവചന പാരായണം നമ്മുടെ ജീവിതത്തിൽ എന്നുമെന്നും സ്ഥായിയായി ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. വലുവനായ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.